എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. കർക്കിടക മാസമാണെന്ന് അറിയാം, പക്ഷേ എനിക്ക് നാട്ടിലുള്ളപ്പോഴാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ മീൻ പീര. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് നത്തോലി വെച്ചിട്ടുള്ള പീരയാണ്. കഴിഞ്ഞ ദിവസം നത്തോലി എങ്ങനെ ക്ലീൻ ചെയ്യുന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എല്ലാവരും ഒരുപോലെയല്ല ചെയ്യുക, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അത് പോസ്റ്റ് ചെയ്തത്. ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ ചാനലിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തതെന്ന് മാത്രം. അപ്പോൾ നത്തോലി എങ്ങനെയാണ് പീര വെക്കുന്നത് നമ്മൾ കാണാം. അപ്പോൾ ഈ നത്തോലിക്ക് പകരമായിട്ട് സെയിം റെസിപ്പി നിങ്ങൾക്ക് ചെറിയ മത്തി വെച്ചിട്ടും ഏത് മീൻ വെച്ചിട്ടും ചെയ്യാം. നത്തോലിയാണ് പക്ഷേ ഏറ്റവും ടേസ്റ്റ് എന്ന് മാത്രം. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായ നത്തോലി പീര തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നത്തോലി വെച്ചിട്ട് പീര ചെയ്യാം. അപ്പോൾ ഞാനതിന് വേണ്ടി എടുത്തിരിക്കുന്ന കുറച്ച് കാന്താരി മുളക്, അതുപോലെ തന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു 6 വലിയ ചെറിയുള്ളി. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കാന്താരി മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നോർമലായിട്ടുള്ള നമ്മളെ മുളക് ഉപയോഗിക്കാം. ഇപ്പോൾ കാന്താരി മുളകിൻ്റെ എരിവ് നോക്കിയിട്ട് വേണേ. അപ്പോൾ ഞാനാദ്യം തന്നെ ഇതെല്ലാം കൂടെ ചതച്ചിട്ട് ഇത് തനിയെ ചതച്ച് വെക്കാൻ പോവാണ്. ഇത് വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ഈ മുളക് ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ. കാരണം ഓരോ മുളകിൻ്റെ എരിവും വ്യത്യാസം ഉണ്ടാവേ, അതെപ്പോഴും ശ്രദ്ധിക്കണം. ചിലർ നീളത്തിൽ അരിഞ്ഞിടും, ചിലർ ചതച്ചിടും. അപ്പോൾ നമ്മളൊക്കെ ചതച്ചാണ് ഇടാറുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ചതച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. ഇത് തനിയെ ചതക്കട്ടെ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങ, 1.5 കപ്പ് തേങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ നത്തോലി പീര ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന 1/2 കിലോ നത്തോലിയാണ്. നത്തോലി എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ള വീഡിയോ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണാൻ മറക്കരുത്. നമ്മളിപ്പോൾ ഇനി മീൻ പീര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന സാധനങ്ങളൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അരിഞ്ഞിടാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, പക്ഷേ നമ്മൾ ചതച്ചെടുത്തിരിക്കുന്നത് ആദ്യം തന്നെ ഇതങ്ങ് ഇട്ട് കൊടുക്കാം. കാന്താരി മുളകിൻ്റെ എരി കുറവാണെങ്കിൽ മാത്രം നമുക്ക് പച്ചമുളക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി, ഒരു അല്പം മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു പേരിന് മാത്രം മുളക് പൊടി, അത് ചിലവർ ചേർക്കാറില്ല, പക്ഷേ ഞാൻ ചേർക്കാറുണ്ട്. നമുക്കൊരു 1/4 ടീസ്പൂണിൽ മേലെ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നോക്കാം. പിന്നെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് ഉപ്പിടണ്ട. അതിലോട്ട് 1.5 കപ്പ് തേങ്ങ. ഞാനിവിടെ നമ്മുടെ തേങ്ങ ചെരുകുമ്പോൾ വലിയതായിട്ട് വരുന്ന കാരണം ജസ്റ്റ് മിക്സിയിലൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ 1.5 കപ്പ് തേങ്ങയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി അങ്ങ് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് നമ്മളെ ഫ്രഷ് കറിവേപ്പില ഒലിഞ്ഞിട്ട് കൊടുക്കാം. ഇതിൻ്റെ രുചിയൊന്നും നോക്കിക്കോളൂ, അതായത് എരിവൊന്നും നോക്കിക്കോളൂ. എരിവ് കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇനി ഇട്ട് കൊടുക്കാം നമുക്കിതിലോട്ട്. മീൻ കഴിക്കാത്തവരൊക്കെ ആണെങ്കിലും ഈ സമയത്ത് നോക്കണേ, അതായത് ഉപ്പും എരിവും പുളിയൊക്കെ ഇത് നല്ല എരിവുണ്ട്. അപ്പോൾ ഇനി വേണ്ട പച്ചമുളക്. അപ്പോൾ നമ്മളൊരു 12 കാന്താരി മുളകാണ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതേസമയം പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ 8-9 ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ. പിന്നെ നോക്കിയിട്ട് വീണ്ടും എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് എരിവിടണ്ട. ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കുടംപുളി നമുക്ക് 4 ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളത്തിൽ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പുളി അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഈ വെള്ളം ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് ഞരടി കൊടുക്കണേ. മീനിട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ നത്തോലിയാണ് ഉപയോഗിക്കുന്നത്. നത്തോലി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഉപ്പും വിനീഗറൊക്കെ ഇട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ തേങ്ങ ഇടാം കേട്ടോ. ഒരുപാട് തേങ്ങ ആയാലും കൊള്ളൂല. 1.5 കപ്പ് മതിയാകും. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം, പച്ച വെളിച്ചെണ്ണ. അവസാനം വേണം, ഇപ്പോഴും ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആ പുളിവെള്ളം മാത്രം ഒഴിച്ചിട്ടുള്ളൂ. നോക്കിയിട്ട് എക്സ്ട്രാ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ ആകെ ചിലപ്പോൾ ഇങ്ങനെ ഉടഞ്ഞു പോകും. ചെറുതായിട്ട് ഉടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഓവർ ഉടയണ്ട. നമുക്കിത് അടച്ച് വെക്കാമേ. ഒരു 10 മിനിറ്റ്. അതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തീ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇടത്തരം തീയിലാണ് വെച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. വെള്ളം ഉണ്ടോ എന്ന് നോക്കുക. വെള്ളം കുറവ് പോലെ തോന്നുന്നെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ മീനിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങിക്കോട്ടെ. ഓവർ വെള്ളമായി കഴിഞ്ഞാലും നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് കുടംപുളി കുടംപുളി താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് മാങ്ങ സീസൺ ആണെങ്കിൽ മാങ്ങ ഇട്ട് കൊടുക്കാം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇരുമ്പാമ്പുളി ഇല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഇരുമ്പാമ്പുളി, അതിട്ട് കൊടുക്കാം. പുളി ആവണമെന്നേ ഉള്ളൂ. അപ്പോൾ കുടംപുളിയാണ് സാധാരണ നമ്മൾ ഇതിൽ ഇടാറുള്ളത്. അതേസമയം ചിലവർക്ക് ഇഷ്ടം കോൽപ്പുളി, അതായത് നമ്മുടെ സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്ന പുളിയായിരിക്കും. അത് വേണമെങ്കിൽ ഇടാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പതുക്കെ നിൽക്കണ്ട, വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ചട്ടിയൊക്കെ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അടി പിടിക്കാൻ പാടില്ല. ഈ മീനിൽ നിന്നൊക്കെ എന്തേ വെള്ളം കണ്ടോ, വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തീ എപ്പോഴും ചെറുതായിരിക്കണേ, മീഡിയം ടു ലോ ആയിരിക്കണം കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇത് പെട്ടെന്ന് കുക്കാവുന്ന മീനാണ്. ഈ സെയിം സംഭവം തന്നെ
നത്തോലി കൂടാതെ നമുക്ക് ചെറിയ മത്തി വെച്ചിട്ട് ചെയ്യാം. അതുപോലെ തന്നെ വേളൂരി എന്ന് പറയില്ലേ, നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. വേളൂരി എന്ന് പറഞ്ഞാൽ ചെറിയ മീനിൽ ഇതേപോലെ തന്നെ നത്തോലിയുടെ വലിയ സൈസ് ആ വേളൂരി വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഞാൻ ചിലപ്പോൾ നമ്മൾ സാധാരണ കിങ് ഫിഷ് ഒക്കെ വെച്ച് ചെയ്യാറുണ്ട്. അതായത് കിങ് ഫിഷ് ആദ്യം തന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് തനി കുക്ക് ചെയ്യുക. അതിന് ശേഷം മുള്ളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ചെയ്യും. അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ മീൻ വെച്ചിട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണണം എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ നത്തോലി വെച്ചിട്ട് തന്നെ ചെയ്ത് കാണിച്ചത്. ഇതിൽ നിന്ന് 10 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് പെട്ടെന്ന് തന്നെ കുക്കാവുന്ന മീനാണ്. ഇനി നമുക്ക് അടച്ചു വെക്കേണ്ട, തുറന്ന് വെച്ചിട്ട് ഈ വെള്ളം വറ്റിച്ചെടുത്താൽ മാത്രം മതി. ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ മറക്കരുത്. അതായത് ഉപ്പും പുളിയും എരിവും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എക്സ്ട്രാ ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചേച്ചിനെ കൊണ്ട് ഞാൻ നോക്കിച്ചപ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം ഈ വെള്ളം. ഇതുകൊണ്ട് മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് 2 തുണി പിടിച്ചിട്ട് ഒന്ന് ചുറ്റെടുത്താൽ മതിയാകും. അല്ലെങ്കിൽ ഇത് ആകെ ഉടഞ്ഞു പോകും. ഒരു 12 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് വെള്ളം വറ്റിയിട്ടുണ്ട്. പിന്നെ ഓവറായിട്ട് വെള്ളം വറ്റിക്കാൻ നിൽക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ട് മാറും. അതുകൊണ്ട് ചെറിയ നനവുള്ള സമയത്ത് നമുക്കങ്ങ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് കറിവേപ്പില കയ്യിൽ ഞങ്ങൾ ഞരടി എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തങ്ങ് മിക്സ് ചെയ്യണ്ട, ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം കുറച്ച് നേരം. ഓഫ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പെട്ടെന്ന് കുക്കാവുന്ന മീനായതുകൊണ്ട് ഒരുപാട് നേരം വേണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക, ഇത് സെർവ് ചെയ്യുക കേട്ടോ. അപ്പോൾ മുളക് കുറവ് പോലെ തോന്നുകയാണെങ്കിൽ 2-3 കാന്താരി മുളക് മുറിച്ചിട്ട് അല്ലെങ്കിൽ പച്ചമുളക് മുറിച്ചിട്ടാലും മതിയാകും. അപ്പോൾ നമ്മുടെ നത്തോലി പീര വെച്ചത് റെഡി ആയിട്ടുണ്ട്. അജയ് ചേച്ചി ടേസ്റ്റ് ചെയ്തപ്പോൾ സൂപ്പറായി എന്ന് പറഞ്ഞിട്ട് എല്ലാം പാകത്തിനുണ്ട്. അപ്പോൾ നിങ്ങൾ രുചിച്ച് നോക്കാൻ മറക്കരുത്. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.